നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വിഷുഫലത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മളൊരു വാർഷിക ഫലം പല രീതിയിൽ പറയാറുണ്ട്. ജനുവരി തൊട്ട് ഡിസംബർ വരെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ച് ജനുവരി 1 തൊട്ട് കൊണ്ടുപോകും. മലയാളികൾ ചിങ്ങ 1 തൊട്ട് മലയാള വർഷം ആരംഭിക്കും. പക്ഷേ ജ്യോതിഷ വർഷം എന്ന് പറയുന്നത് മേടമാസം 1 തൊട്ടാണ്. സൂര്യഭഗവാൻ ഉച്ചത്തിലേക്ക് വരുന്ന, പ്രപഞ്ചനാഥനായ സൂര്യൻ ഉച്ചത്തിൽ വരുന്ന മേടം 1 തൊട്ട് ആണ് വിഷുഫലം. വിഷുഫലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വിഷു കൈനീട്ടത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണേ. 2026 വിഷുഫലം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുംഭം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി ചതയ നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഈ വിഷുഫലം അത്ര കണ്ട് നല്ലതല്ല. കുറച്ച് ശ്രദ്ധിക്കേണ്ട ഫലം തന്നെയാണ്. എന്തുകൊണ്ട് നേരത്തെ നമ്മൾ കൊള്ളാത്തതും നല്ലതും നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കത് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ഏതെങ്കിലും ആചാര്യന്മാരെ അടുത്ത് പോയി പ്രതിവിധി നിർദ്ദേശിച്ച് നമുക്കതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇപ്പോൾ കുംഭരാശിക്കാർക്ക് ശത്രുഭയം കൂടും, കാര്യ തടസ്സം ഉണ്ടാക്കും, സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് ലഭിക്കാത്ത അവസ്ഥ വരും. ഇതൊക്കെ 2026 വിഷുഫലം കൊണ്ട് സംഭവിക്കാം. ഇത് വിഷുഫലത്തിൻ്റെ ഫലമാണ്. ഈ രാശിക്കാർക്ക് ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹനില പ്രകാരം മഹാദശ അല്ലെങ്കിൽ അപകാരം ഇതിനെയൊക്കെ ആസ്പദമാക്കി ചേഞ്ച് വരാം. എന്നാലും 50% ഫലം നിങ്ങൾ അനുഭവിക്കാനിട വരും. അതുകൊണ്ടാണ് കൊള്ളാത്ത സമയം നേരത്തെ തന്നെ നിങ്ങളെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ പ്ലാനിങ്ങിൽ നിൽക്കാതെ വരും. തലേ ദിവസമാണ് നമ്മൾ അറിയണമെങ്കിൽ നാളെ തൊട്ട് ചീത്ത സമയമാണ് എന്നറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പണി വായിച്ചിരിക്കും. മറ്റേത് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാം. ചെയ്യേണ്ടത് നേരത്തെ ചെയ്തു വയ്ക്കാം. ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊള്ളാവുന്നുള്ളവരെ മുൻനിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരാളിന് കൊള്ളില്ലെങ്കിൽ കൊള്ളാവുന്ന ആൾക്കാർ വീട്ടിനകത്തുണ്ടാവും, നല്ല രാശിയുള്ളവരുണ്ടാവും. അവരെ മുൻനിർത്തി ഒരു കാര്യത്തിന് അഡ്വാൻസ് കൊടുക്കണേ, അവരെ മുൻനിർത്തി കൊടുക്കണം. ഓരോ കാര്യങ്ങൾ അങ്ങനെ നിർത്തി കൊണ്ടുപോയാൽ തന്നെ കുറേ വ്യത്യാസം അതിനകത്ത് വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവിങ് അറിയാവുന്നുള്ളവർ വീട്ടിലുള്ള അംഗങ്ങളുണ്ടെങ്കിൽ ഒരാളിന് അത്ര സുഖമില്ല, മറ്റൊരാളിനെ കൊണ്ട് ഓട്ടിക്കാം. നമുക്ക് വണ്ടി വഴിയിൽ ഒതുക്കിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ജീവിതയാത്രയിൽ കൊള്ളാവുന്ന നല്ലതുമായിട്ടുള്ള ആൾക്കാർ വീട്ടിനകത്ത് വരും. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാളിന് കൊള്ളില്ലെങ്കിൽ മറ്റൊരാളുടെ നല്ല സമയം കൊണ്ട് കുടുംബം കരകയറിപ്പോവും. അതുകൊണ്ട് അയ്യോ എനിക്ക് കൊള്ളൂല, എനിക്ക് ചീത്ത സമയം, അതുകൊണ്ട് എൻ്റെ കുടുംബം മൊത്തം മോശമാണ് എന്ന് ചിന്തിക്കേ വേണ്ട. നമുക്കിതിൽ എല്ലാവരുടെയും രാശിഫലം പറയുന്നതിൻ്റെ കാരണം അത് എന്നതെന്ന് വെച്ചാൽ, ഒരാളിന് കൊള്ളൂല്ലെങ്കിൽ മറ്റൊരാളുടെ സമയം കൊണ്ട് അതിനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും. ഇപ്പോൾ കുംഭരാശിക്കാർക്ക് പൊതുവേ നല്ലതല്ല. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചെയ്യണം. ശത്രുക്കളുടെ എണ്ണം കൂടും, ശത്രുഭയം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും, കാര്യതടസ്സം ഉണ്ടാവും, രോഗാതി ദുരിതങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല. ഞാൻ പറഞ്ഞു, സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ ചേഞ്ച് വരാം. അതിനെയാണ് നമുക്ക് ഏതെങ്കിലും ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ആർക്കാണോ അവിടെ കൊള്ളാമെന്നുള്ള അവരെ നോക്കി പുതിയ എന്തെങ്കിലും സംരംഭത്തിൽ കൈവയ്ക്കുമ്പോൾ സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി യൂട്യൂബ് ലൈവും അതുപോലെയുള്ള പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ യഥാസമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക.
ഈ ചാനൽ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. എല്ലാവർക്കും, എല്ലാ കുംഭരാശിക്കാർക്കും ചെറിയ ചെറിയ തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി പുതുവർഷം, അതായത് വിഷു ഫലം നിങ്ങൾക്ക് അനുകൂലപ്രദമാക്കി മാറ്റാൻ വേണ്ടി സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.